മുരളി നെല്ലനാട് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോവൽ അവിചാരിതം. കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിലേക്ക് എല്ലാവരും വന്നു. പരിക്രമിയായി നിന്നത് അപ്പു നായരായിരുന്നു. ഇന്ദിരാദേവി നിലവിളക്കെടുത്തു. ദേവി ഇങ്ങുവാ. ദേവി പാർവതി ഒന്ന് പകച്ചു. അങ്ങോട്ട് ചെല്ലമ്മേ, എല്ലാവരും കേൾക്കെ അമൃത പറഞ്ഞു. ദേവി പാർവതി മുന്നോട്ട് ചെന്നു. ഇന്ദിരാദേവി നിലവിളക്ക് ദേവി പാർവതിയുടെ കയ്യിൽ കൊടുത്തു. വലതുകാല് വെച്ച് പ്രവേശിച്ചോളൂ. ദേവി പാർവതി കുട്ടികളെ നോക്കി. വരൂ മക്കളെ. ദേവി പാർവതിയും കുട്ടികളും അകത്തേക്ക് കയറി. പിന്നാലെ ഭാരതിയമ്മയെ പിടിച്ച് ജയരാമനും കയറി. അതിനു പിന്നെ മറ്റുള്ളവരും പ്രവേശിച്ചു. അകത്തേക്ക് വന്ന ഇന്ദിരാദേവി പൂജാമുറി കാണിച്ചു കൊടുത്തു. ദേവി പാർവതി വിളക്ക് അവിടെ വെച്ച് തൊഴുതു. എൻ്റെ കൃഷ്ണ, കാത്തുകൊള്ളണേ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അമൃത വീടിന്റെ ഭംഗി ആസ്വദിച്ച് ഹാളിലെത്തിയപ്പോൾ സഞ്ജു അങ്ങോട്ട് വന്നു. നീയൊന്നു വന്നേ. അവൻ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. തടിയിൽ തീർത്ത പടവുകൾ കയറി അവൾ മുകളിൽ ചെന്നു. അവിടെ നിന്നുള്ള കാഴ്ച അവളുടെ മനസ്സ് കവർന്നു. ഇങ്ങനെയൊരു വീട് വിട്ട് സിറ്റിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? വിസ്മയത്തോടെ അവൾ ചോദിച്ചു. ഞങ്ങൾ പോയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ സാധിച്ചത്. അല്ലെങ്കിലും ഞാനിങ്ങോട്ടല്ലേ വരേണ്ടിയിരുന്നത്. കള്ളച്ചിരിയോടെ അവൾ മറുപടി കൊടുത്തു. താഴെ 2 മുറികളുണ്ട്. മുകളിലും 2 മുറികളാ. മുകളിലെ മുറികൾ നിങ്ങൾ യൂസ് ചെയ്യണം. താഴത്തെ ഒരു റൂം മുത്തശ്ശിക്ക് കൊടുക്കണം. മറ്റേ റൂമിൽ അങ്കിളും ദേവി ആൻറ്റിയും. അവൾ ചിരിച്ചു. നിന്റെ അച്ഛൻ ആകെ റിലേ പോയ മട്ടില്ല. പാവം ദേവി ചെറിയമ്മയെ കൊണ്ടുവന്നിട്ട് അവനെ മുത്തശ്ശിയുടെ കൂടെ കിടത്തിയേക്കരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവൾ തലയാട്ടി ചിരിച്ചു. ചെറിയമ്മയെ മണിയറയിൽ എത്തിക്കേണ്ട ഡ്യൂട്ടി നിനക്കാണെന്ന്. പോടാ. അവനൊരു അടി കൊടുത്തിട്ട് അവൾ ഓടിപ്പോയി. പകൽ അയൽക്കാരൊക്കെ പുതിയ താമസക്കാരെ പരിചയപ്പെടാൻ വന്നു. ആർക്കും ഒരു സംശയത്തിനും ഇട നൽകാതെയാണ് ദേവി പാർവതി അവരോട് പെരുമാറിയത്. അമ്മേ എന്ന വിളിയുമായി ശാരദ ദേവി പാർവതിയുടെ നിഴലായി കൂടെയുണ്ടായിരുന്നു. സന്ധ്യയോടെ ഗോപാൽജിയും ഇന്ദിരാദേവിയും സഞ്ജുവും പോകാനിറങ്ങി. സഞ്ജു കാറിന്റെ കീ ജയരാമനെ നിർബന്ധിച്ചേൽപ്പിച്ചു. വണ്ടി ഇവിടെ കിടക്കട്ടെ. അയാൾ കീ തിരിച്ചേൽപ്പിച്ചു. എനിക്കെന്തിനാ മോനെ കാറ്? നാളെ ബൈക്ക് ഇവിടെ എത്തും. അങ്കിൾ ഇനി ബൈക്കിലൊന്നും പോകേണ്ട. അങ്കിൾ കീ വെച്ചു. ഞാൻ ഉടനെ പഠിക്കാൻ പോവുകയല്ലേ. അയാളുടെ കൈ പിടിച്ച് അവൻ കീ വെച്ചു കൊടുത്തു. വാങ്ങിക്കൂ ജയരാമ, സ്ത്രീധനമായി കിട്ടിയതാന്ന് കരുതിയാ മതി. ഗോപാൽജി ചിരിക്ക് തീ കൊളുത്തി. അവർ യാത്ര പറഞ്ഞു പോയി. ദേവി പാർവതി പൂമുഖത്ത് വിളക്ക് വെച്ചു. അമൃതയും ശാരദയും മുറിയൊരുക്കുന്ന തിരക്കിലായിരുന്നു. പുസ്തകങ്ങളും ഡ്രസ്സുകളും അവർ അടുക്കി വെച്ചു. ജയരാമൻ മുറ്റത്ത് കസേരയിലിരുന്ന് വൈകി വന്ന ആളുകളുമായി സൗഹൃദം പങ്കിട്ടു. 9 മണിക്ക് ഭാരതിയമ്മ ഒഴികെ എല്ലാവരും അത്താഴത്തിനിരുന്നു. ദേവി പാർവതി ജയരാമനും മക്കൾക്കും ഭക്ഷണം വിളമ്പി. അസ്വാഭാവികമായ ഒരു പരാമർശം പോലും വരാതെയായിരുന്നു കുട്ടികളുടെ പെരുമാറ്റം. അത്താഴം കഴിഞ്ഞ അമൃത ജയരാമനെ താഴത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബെഡിൽ ഷീറ്റ് വിരിച്ചിരുന്നു. ഇതാണ് അച്ഛൻ്റെ മുറി. മുകളിലത്തെ മുറികൾ ഞാനും ചാരുവും എടുത്തു. ജയരാമൻ മൂളി. അച്ഛൻ ഉറങ്ങിയിട്ട് എത്രയോ നാളുകളായെന്ന് എനിക്കറിയാം. എന്നും രാത്രി ഞാൻ മുകളിൽ വന്ന് നോക്കും. ഹാളിലെ സിറ്റിയിൽ വെളുക്കുവോളം അച്ഛനെ കാണാം. പതർച്ചയോടെ അയാൾ അവളെ നോക്കി. ഇനി അച്ഛൻ ഹാളിലിരുന്ന് മയങ്ങരുത്. ഈ മുറിയിൽ മനഃശാന്തിയോടെ അച്ഛൻ ഉറങ്ങണം. അതെനിക്ക് ഉറപ്പു തരണം. കണ്ണുകൾ ഈറനണിഞ്ഞെങ്കിലും അവൾ പുഞ്ചിരിച്ചു. ജയരാമന് വാക്കുകളൊന്നും പുറത്തു വന്നില്ല. അച്ഛൻ കിടന്നു. ഞങ്ങൾ ഉറങ്ങാൻ പോവുക. അവൾ പുറത്തേക്ക് പോയി. ജയരാമൻ ബെഡിലിരുന്നു. അമ്മയെ മനസ്സിൽ നിന്ന് പടിയടച്ചിറക്കി മക്കൾ അച്ഛൻ്റെ വിവാഹം നടത്തിയിരിക്കുന്നു. അമ്മയായി കാണാൻ അവർ ആഗ്രഹിച്ചവളെ അവർ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ദേവിയെ സംബന്ധിച്ച് ഇന്ന് അവളുടെ ആദ്യ രാത്രിയാണ്. ഈ മുറിയിലേക്ക് കടന്നു വരാൻ അവൾക്ക് കഴിയുമോ? അത് സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ജയരാമന്റെ മനസ്സ് മന്ത്രിച്ചു. കിച്ചണിൽ നിന്ന് ദേവി പാർവതി ഹാളിലെത്തിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ മുകളിലെ മുറിയിലേക്ക് പോയെന്ന് അവൾക്ക് മനസ്സിലായി. രാമേട്ടന്റെ മുറിയിലേക്ക് പോയി കഴിഞ്ഞു. അവൾ ഭാരതിയമ്മ കിടന്ന മുറിയിൽ ചെന്നു. അവർ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. വലിയ 2 കട്ടിലുകളുള്ള വിശാലമായ മുറിയായിരുന്നു അത്. അവൾ വാതിലടച്ചു. ബെഡിൽ വന്നിരുന്നപ്പോൾ ദേവി പാർവതി ഉള്ളുകൊണ്ട് വിങ്ങിപ്പോയി. രാമേട്ടന്റെ മക്കൾ കുടുക്കിയതായിരുന്നു. ഗതികേടുകൊണ്ടാണ് രാമേട്ടന് താലി കെട്ടേണ്ടി വന്നത്.
വിവാഹത്തിന് സമ്മതമാണെന്ന് രാമേട്ടൻ പറഞ്ഞതായി ഗോപാൽജി സാറും തന്നെ കബളിപ്പിച്ചു. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. ഒച്ചയില്ലാതെ ദേവി പാർവതി കരഞ്ഞു. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടതും ബെഡിൽ ചുരുണ്ടുകിടന്ന ദേവി പാർവതി പിടഞ്ഞെഴുന്നേറ്റു. അവൾ ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ അമൃതയും ചാരുതയും നിൽപ്പുണ്ടായിരുന്നു. അമ്മ ഇവിടെ കിടന്നാൽ ഞങ്ങൾ എവിടെ കിടക്കും? മുത്തശ്ശിയുടെ മുറിയിൽ കിടക്കാനാണ് ഞങ്ങൾ വന്നത്. അമ്മ അച്ഛൻ്റെ മുറിയിലേക്ക് പോയി. ചാരുതയാണ് പറഞ്ഞത്. ദേവി പാർവതി നിന്ന് പരിങ്ങി. അച്ഛനോടൊരു വാക്കു പറയാതെയാണ് ഞങ്ങൾ വിവാഹം നടത്തിയത്. അതിൻ്റെ ഷോക്കില അച്ഛൻ. അമ്മ അകന്നു നിന്നാൽ അത് തുടരും. അമൃത തുടർന്നു. കുട്ടികളുടെ മുന്നിൽ ദേവി പാർവതിക്ക് മുഖം ഉയർത്താൻ കഴിഞ്ഞില്ല. ഇതുവരെയും നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടില്ല. നിങ്ങൾ സംസാരിക്കണം. മനസ്സുകളിലെ അകലം കുറയ്ക്കണം. ഞങ്ങൾ ചെയ്തതിന് ഫലമുണ്ടാവണം. ദേവി പാർവതിയുടെ കയ്യിൽ അമൃത പിടിച്ചു. മോള് ചെന്ന് കിടക്ക്, അമ്മ എൻ്റെ കൂടെ വന്നേ, ചാരുതയോട് പറഞ്ഞിട്ട് അമൃത ദേവി പാർവതിയെയും കൊണ്ട് ജയരാമന്റെ മുറിയുടെ മുന്നിലേക്ക് ചെന്നു. ചെല്ല്, വാതിലടച്ചിട്ടേ ഞാനിവിടെ നിന്ന് പോകൂ. അവളെ ഒന്ന് നോക്കാനുള്ള ധൈര്യം ദേവി പാർവതിക്കില്ലായിരുന്നു. ഞാൻ പിടിച്ചകത്ത് കയറ്റണോ? കയറിപ്പോകുന്നുണ്ടോ? ദേവി പാർവതി പെട്ടെന്ന് സാരി തലപ്പ് പിടിച്ച് മുഖവും കഴുത്തും തുടച്ചു. അമൃത അവിടെ നിലയുറപ്പിച്ചപ്പോൾ അവൾ അകത്തേക്ക് ചുവടുകൾ വെച്ചു. ബെഡിൽ ചാരിയിരുന്ന ജയരാമൻ ദേവി പാർവതി മുഖം കുനിച്ച് അകത്തേക്ക് വരുന്നത് കണ്ട് എഴുന്നേറ്റു. ദേവി പാർവതി വാതിലടച്ചു. തെല്ലുനേരം രണ്ടുപേരും ശബ്ദിച്ചില്ല. അവൾ വിറകൊള്ളുന്ന ഉടലുമായി നടന്നു വന്ന് കട്ടിലിന്റെ കാൽക്കലിരുന്നു. രാമേട്ടനെ എല്ലാരും കൂടി പറ്റിച്ചതാണല്ലേ? ദേവിക്ക് ഒരു മനസ്സുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്നലെ സഞ്ജുവിന്റെ അച്ഛനും അമ്മയും വീട്ടിൽ വന്നിരുന്നു. വിവാഹത്തിന് രാമേട്ടന് സമ്മതമാണെന്നാ എന്നോട് പറഞ്ഞത്. അമ്മുവും ഫോണിൽ വിളിച്ച് അത് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. രാമേട്ടനെ ഒന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു. സങ്കോചം കൊണ്ട് അത് ചെയ്യാതിരുന്നത്. ഇന്ന് അമ്പലത്തിൽ വെച്ചാ ഒത്തുകളിയാ നടന്നതെന്ന് ഞാൻ അറിഞ്ഞത്. അയാൾ മന്ദഹസിച്ചു. കുട്ടികൾ ആഗ്രഹിച്ചതല്ലേ, പിന്നെ ഗോപാൽജി സാറിനോട് എതിര് പറയാൻ എനിക്ക് കഴിയില്ല. അവളുടെ ഉള്ളിലൊരു പിടച്ചിലുണ്ടായി. അബദ്ധം പറ്റിപ്പോയെന്ന് രാമേട്ടന് തോന്നുന്നുണ്ടോ? അബദ്ധമോ? ദേവി അങ്ങനെ പറയരുത്. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒന്നാണ് സംഭവിച്ചത്. രാമേട്ടൻ വിഷമിക്കേണ്ട. കുട്ടികൾക്കൊരു സങ്കടം വരാതെ നമ്മൾ നോക്കിയാൽ പോരെ. ഞാനിങ്ങോട്ട് വരില്ലായിരുന്നു. അമ്മു ആ വാതിൽ കടത്തി വിട്ടത്. മറ്റു കുട്ടികളെ പോലല്ല അവൾ. പ്രായത്തേക്കാൾ തിരിച്ചറിവ് അവൾക്കുണ്ട്. അനുഭവങ്ങളിൽ നിന്നാവും അവൾക്കതുണ്ടായത്. അവൾ കണ്ണും മുഖവും തുടച്ചു. രാമേട്ടൻ കിടന്നു, ഞാൻ താഴെ കിടന്നോളാം. മുറി വിട്ടു പോകാൻ എനിക്ക് കഴിയില്ല. അവൾ പോയിട്ടുണ്ടാവില്ല. അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ തടഞ്ഞു. നിലത്ത് കിടക്കാനോ? അത് വേണ്ട. ഒരു താലിച്ചരടുകൊണ്ട് ഒന്നായവരല്ലേ നമ്മൾ. ദേവി ഇവിടെ കിടന്നാൽ മതി. അയാൾ അവളുടെ കൈ പിടിച്ച് അടുത്തിരുത്തി. സത്യത്തിൽ ദേവി വിവാഹം വേണ്ടെന്ന് വെച്ചത് എന്നെ ഓർത്തായിരുന്നോ? അതിനുള്ള കാരണം രാമേട്ടനാണെന്ന് ഇന്നുവരെ ആരുടെ മുന്നിലും ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ രാമേട്ടന് മുമ്പിൽ എനിക്കത് സമ്മതിക്കണം. നമ്മുടെ കുട്ടിക്കാലമൊക്കെ രാമേട്ടൻ ഓർക്കുന്നുണ്ടോ? അയാൾ ഒന്ന് നിശ്വസിച്ചു. മനസ്സിൽ ഒരിഷ്ടം വന്നു കൂടിയിരുന്നു. അത് പറയാനുള്ള ധൈര്യം എനിക്ക് എങ്ങനെ ഉണ്ടാവാനാ? തളർന്നു കിടന്ന അച്ഛനെ കുളിപ്പിക്കാനും കൃത്യസമയത്ത് മരുന്നെത്തിക്കാനും രാമേട്ടൻ വരുമായിരുന്നു. കൂടെ തുണയായി ഞാനും. അവൾ മോതിരവിരലിൽ തെരിപ്പിടിച്ചു. മുഖം വല്ലാതെ ചുവന്നു. രാമേട്ടന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ എൻ്റെ മനസ്സിലെ ഇഷ്ടം ശരിവയ്പ്പിച്ചു. പിന്നീടാണ് അറിയുന്നത് ഒരനിയത്തിയോടുള്ള സ്നേഹമായിരുന്നു എന്നോടെന്ന്. രാമേട്ടൻ ഒരാളെ സ്നേഹിക്കുന്നെന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നത് പുറത്തുപോയി. ഭദ്രേട്ടൻ രാമേട്ടനെ തല്ലുക വരെ ചെയ്തു. അവൾ മന്ദഹസിച്ചു. രാമേട്ടന്റെ വിവാഹം കഴിഞ്ഞതോടെ ഞാനതൊക്കെ മറക്കാൻ ശ്രമിച്ചു. 1-2 വർഷം കഴിഞ്ഞ് രാമേട്ടൻ ഗൾഫിലേക്ക് പോവുകയും ചെയ്തു. ഒരു ജോലി കിട്ടി. ഞാനും എൻ്റെ ലോകത്തേക്ക് പോയി. വിവാഹം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതാ. മനസ്സിൽ ഒരു മുഖം വെച്ച് മറ്റൊരാളെ ചതിക്കാൻ കഴിയാഞ്ഞിട്ടാ. ജയരാമൻ അവളുടെ കൈകൾ എടുത്ത് മെല്ലെ തഴുകി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല രാമേട്ടാ. അതിനുവേണ്ടി മനസ്സാ വാചാ ചിന്തിച്ചിട്ടുമില്ല. രാമേട്ടനും കുടുംബവും നന്നായിരിക്കണേ എന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഒന്നും മോഹിച്ചവളല്ല ഞാൻ. അവൾ വിതുമ്പിപ്പോയി. ജയരാമൻ അവളെ ചേർത്ത് പിടിച്ചു. അയാളുടെ നെഞ്ചിലേക്ക് അവൾ ഒട്ടിച്ചേർന്നു. ശിരസിലേക്ക് മുഖം വെച്ചപ്പോൾ ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും കാച്ചെണ്ണയുടെയും സുഗന്ധം അയാളുടെ നാസാരന്ധ്രങ്ങളിലേക്ക് പടർന്നു കയറി. സെൻട്രൽ ജയിൽ
കോയമ്പത്തൂർ. ഏതൊക്കെ വഴികളിലൂടെയാണ് നടന്നു പോകുന്നതെന്ന് ജയരാമന് പിന്നാലെ നടന്ന ദേവി പാർവതിക്ക് നിശ്ചയമില്ലായിരുന്നു. ഭദ്രേട്ടനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം സാധിക്കാൻ പോവുകയാണ്. എല്ലാ സഹായവും ചെയ്തു തന്നത് ഗോപാൽജി സാറാണ്. ജയിൽ ആദ്യമായി കാണുകയായിരുന്നു. ചെറിയൊരു ഇടനാഴി പിന്നിട്ട് ഹാളിലേക്ക് വാർഡന്റെ കൂടെ അവർ പ്രവേശിച്ചു. ഇങ്ങി ഉക്കാറ്. ബെഞ്ച് ചൂണ്ടിക്കാണിച്ചിട്ട് വാർഡൻ മുഴക്കമുള്ള സ്വരത്തിൽ പറഞ്ഞു. വാർഡൻ മറ്റൊരു വഴിയിലൂടെ പോയി. വാ, നമുക്കിവിടെ ഇരിക്കാം. ജയരാമനും ദേവി പാർവതിയും ബെഞ്ചിൽ ചെന്നിരുന്നു. ഇതുപോലൊരു ജയിലിൽ തീരേണ്ടതായിരുന്നു തന്റെ ജീവിതമെന്ന് ജയരാമൻ ഓർത്തു. ചായം തേക്കാത്ത പഴക്കം ചെന്ന ചൂരുകൾ, ഒരു ഭാഗത്ത് കമ്പി വലിയാണ്. ഒച്ചയനക്കമൊന്നുമില്ല. ഭദ്രേട്ടൻ അവിടെയാണ് വരുന്നതെന്ന് അവൾ മനസ്സിൽ കരുതി. അല്പസമയം കഴിഞ്ഞപ്പോൾ കമ്പി വലയ്ക്ക് അപ്പുറത്ത് ഹാളിൽ ബൂട്ടുകളുടെ ശബ്ദം കേട്ടു. ഭദ്രൻ വരുന്നത് കണ്ടതും രണ്ടുപേരും എഴുന്നേറ്റു. ഭദ്രേട്ടാ, കരച്ചിലടക്കി ദേവി പാർവതി കമ്പി വലയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ദേവി പാർവതിയെ അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മോളെ, ഭദ്രന്റെ ഒച്ചയിടറി. അയാൾ ജയരാമനെ നോക്കി. എന്തിനാ ജയരാമ നീ അവളെ കൂട്ടിക്കൊണ്ടു വന്നത്? അവൾക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ അത് സാധിച്ചു കൊടുക്കണ്ടേ? നിന്നെ വന്ന് കാണാൻ ഞാനും വിചാരിച്ചിരുന്നതാ. പിന്നെ ഞങ്ങൾ ഒന്നിച്ചു പോന്നു. എനിക്കിത് പുതുമയുള്ള കാര്യം വല്ലതുമാണോ? പിന്നെ കൊലക്കുറ്റത്തിനാദ്യമാ. ഭദ്രൻ ചിരിച്ചു. നീ അവനെ തീർക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ പിടികൊടുക്കാതെ കടന്നു കളയുമെന്നാണ് ഞാൻ കരുതിയത്. ജയരാമൻ പറഞ്ഞു. ശിക്ഷ എനിക്ക് ഏറ്റുവാങ്ങണമെന്ന നിർബന്ധമുണ്ടായിരുന്നു. കുറേ കുറ്റകൃത്യങ്ങൾ ചെയ്തതല്ലേ. അക്കൂട്ടത്തിൽ മനസാക്ഷിക്കുത്ത് തോന്നിയ കൊടും പാതകങ്ങളുമുണ്ട്. വിനയനെ തീർത്തു കളഞ്ഞത് പാപമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ആ കുറ്റത്തിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കാൻ എന്നെ കിട്ടില്ല. ഭദ്രൻ ഒന്ന് നിർത്തി. ചെയ്തു പോയ മറ്റു കുറ്റത്തിനുള്ള ശിക്ഷയായിരിക്കും ഇനി ഞാൻ അനുഭവിച്ചു തീർക്കാൻ പോകുന്നത്. ഒരു കുറ്റം ചെയ്താൽ അത് വലിയ പാതകമാണെന്ന് മനസാക്ഷി പറഞ്ഞാൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഭദ്രന്റെ വാക്കുകളുടെ പൊരുൾ അവർക്ക് മനസ്സിലായില്ല. അയാൾ അത് വ്യക്തമാക്കാനും തയ്യാറായില്ല. ഭദ്രനെ സംബന്ധിച്ച് മൃദുലയെ കൊന്നതിന്റെ ശിക്ഷയായിരുന്നു അത്. സുഗതനും ശിവസുബ്രഹ്മണ്യനും അറസ്റ്റിലായോ? അതോ അവർ രക്ഷപ്പെട്ടോ? ഇല്ല, സുഗതൻ ഒളിവിൽ തന്നെയാണ്. CI സലീം കാസിം അയാളെ പിടിക്കുമെന്നുറപ്പാണ്. സുഗതൻ ഇനി മാന്യമായി ജീവിക്കാനൊന്നും കഴിയില്ല. സുബ്രഹ്മണ്യം റിമാൻഡിലാണ്. നീ മക്കളെയും കൊണ്ട് താമസം മാറിയോ? വീട് വിറ്റു. ഞങ്ങൾ മലമ്പുഴയിലാണ്. ഭദ്രന്റെ നോട്ടം ദേവി പാർവതിയിലേക്ക് പോയി. കമ്പി വലയിൽ അയാൾ മുറുകെ പിടിച്ചു. നീ പോയിട്ട് എന്റെ പെങ്ങളെ കൂടെ കൊണ്ടുപോയോ ജയരാമ? തണുത്ത അന്തരീക്ഷത്തിൽ ഭദ്രന്റെ ഒച്ച ചിലമ്പി. ജയരാമനും ദേവി പാർവതിയും മിണ്ടിയില്ല. നിന്റെ കൈ പിടിച്ചു തന്നതല്ലേ ഞാനിവളെ? ജയരാമൻ ദേവി പാർവതിയുടെ കഴുത്തിൽ കിടന്ന താലിച്ചരട് പിടിച്ചുയർത്തി കാണിച്ചു. നിന്റെ ചോദ്യത്തിനുള്ള മറുപടി ഇതാണ്. ഭദ്രന്റെ കണ്ണുകൾ വെട്ടിത്തിളങ്ങി. ജയരാമ, നിനക്കൊരു മനസ്സ് വന്നല്ലോ. ഭദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു. നിറമിഴിയോടെ അയാളെ നോക്കി ദേവി പാർവതി തേങ്ങി. എന്നെ തൂക്കാൻ വിധിച്ചാലും ഇനി സങ്കടമില്ല. ഒടുവിൽ എന്റെ പെങ്ങളൂട്ടിക്ക് ഒരു ജീവിതമായല്ലോ. ഭദ്രൻ ചിരിക്കുകയും കണ്ണു തുടയ്ക്കുകയും ചെയ്തു. സന്തോഷമായി. നല്ലൊരു വക്കീലിനെ കണ്ടെത്താനുള്ള തീരുമാനത്തിലാ ഗോപാൽജി സാറ്. ഞങ്ങൾ നിനക്കൊപ്പമുണ്ട്. നിന്നെ കൈവിട്ട് കളയില്ല ഭദ്ര. ഒന്നും വേണ്ട. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കോടതി തരട്ടെ. രക്ഷപ്പെട്ടു പോകണമെന്ന ആഗ്രഹം എനിക്കില്ല. നിങ്ങൾ ആരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്. സഹകരിക്കില്ല ഞാൻ. ഭദ്രൻ സംതൃപ്തിയോടെ ചിരിച്ചു. ജാമ്യം കിട്ടുമ്പോൾ ഭദ്രേട്ടൻ മലമ്പുഴയ്ക്ക് വരണം. കണ്ണുകൾ തുടച്ചുകൊണ്ട് ദേവി പാർവതി പറഞ്ഞു. ജാമ്യം കിട്ടിയാലും ഞാൻ അങ്ങോട്ട് വരില്ല. വരും. എന്റെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ്. അതിനു മുമ്പ് ഇതുപോലെ ആരും എന്നെ കാണാനും വരരുത്. ജയരാമനോട് കൂടിയാ പറയുന്നത്. വാർഡൻ ഭദ്രന്റെ അടുത്തേക്ക് വന്നു. ടൈം മുടിഞ്ചിരിച്ച് നടേ. വിങ്ങിപ്പൊട്ടി നിന്ന ദേവി പാർവതിയെ ഭദ്രൻ നോക്കി. മോള് പൊയ്ക്കോ. ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് നിന്റെ ആ പഴയ ഭദ്രേട്ടനായിരിക്കില്ല. ചെറിയമ്മയോടും പറഞ്ഞേക്ക്. ഭദ്രേട്ടാ, അവൾ കരഞ്ഞു. എന്തിനാടേ കരയുന്നത്? നിനക്ക് കൂട്ടായി ആണൊരുത്തനില്ലേ? ചെല്ല്, സുഖമായി ജീവിക്ക്. ഭദ്രൻ വാർഡന്റെ കൂടെ തിരിഞ്ഞു നടന്നു. അയാൾ നടന്നു മറയുന്നതുവരെ ദേവി പാർവതിയും ജയരാമനും നോക്കി നിന്നു. അവൻ ശിക്ഷ കഴിഞ്ഞു വരട്ടെ, നമുക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോകാം. ദേവി വാ. ദേവി പാർവതിയുടെ ചുമലിൽ കൈവച്ച് അയാൾ ഹാളിന് പുറത്തേക്ക് നടത്തിക്കൊണ്ടുപോയി. ആഴ്ചകൾ കടന്നുപോയി.
ജയരാമന്റെ ജീവിതത്തിലെ ഉഷ്ണകാലം അവസാനിക്കുകയായിരുന്നു. നനവും പച്ചപ്പുമുള്ള മാട്ടുമന്ത എന്ന പാലക്കാടൻ ഗ്രാമത്തിൽ ജയരാമനും വേര് പിടിപ്പിച്ചു തുടങ്ങി. ഗോപാൽജിയുടെ അടുത്ത ബന്ധുവായിട്ടാണ് നാട്ടുകാർ ജയരാമനെ കണ്ടത്. 1.5 ഏക്കർ തെങ്ങിൻ തോപ്പിൽ ഇടവിളയായി ജയരാമൻ വാഴയും പച്ചക്കറികളും കൃഷി ചെയ്തു. ഒരു ഞായറാഴ്ച ഉച്ചനേരത്ത് ഗോപാൽജിയും ഇന്ദിരാദേവിയും സഞ്ജുവും അപ്രതീക്ഷിതമായി വന്നു. അപ്പോ നായരുടെ കൂടെ മുറ്റത്തിരുന്ന് നടാനുള്ള ചേനവിത്ത് മുറിക്കുകയായിരുന്നു ജയരാമൻ. തലയിൽ കെട്ടഴിച്ച് ജയരാമൻ ചാടി എഴുന്നേറ്റു. ഇന്നലെ സംസാരിച്ചപ്പോഴും ഇങ്ങോട്ട് വരുന്ന കാര്യം സാറ് പറഞ്ഞില്ല. ഞങ്ങൾക്ക് വരാൻ വിളിച്ചറിയിക്കേണ്ട കാര്യമുണ്ടോ ജയരാമ? ഇന്ദിരാദേവി ചിരിച്ചു. അകത്തുനിന്ന് ദേവി പാർവതിയും ചാരതയും അമൃതയും ഓടി വന്നു. അമ്മേ! ചാരദ ഇന്ദിരാദേവിയെ ചുറ്റിപ്പിടിച്ചു. സഞ്ജു കള്ളച്ചിരിയോടെ അമൃതയെ നോക്കി. എന്തോ കാര്യമുള്ള വരവാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇന്ദിരാദേവി ചാരദയുടെ ശിരസ് തഴുകി. മോൾ ആഗ്രഹിച്ചത് നടക്കാൻ പോവുക. ബാംഗ്ലൂരിൽ BDSനൊരു സീറ്റ് ഉറപ്പായിട്ടുണ്ട്, ഇന്ദിരാദേവി പറഞ്ഞു. എല്ലാ മുഖങ്ങളും വിടർന്നു. സത്യമാണോ അമ്മേ? ചാരദയ്ക്ക് വിശ്വസിക്കാനായില്ല. +2 റിസൾട്ട് വന്നപ്പോൾ അവൾ ഇന്ദിരാദേവിയോട് അങ്ങനെയൊരു ആഗ്രഹം പറഞ്ഞിരുന്നു. ഒരു പ്രൊഫഷണൽ കോഴ്സിൽ ചേർന്ന് പഠിക്കണമെന്നത് അവളുടെ ആഗ്രഹമായിരുന്നു. ഗോപാൽജി അത് ഏൽക്കുകയും ചെയ്തു. അതേ മോളു, ബാംഗ്ലൂർ ശ്രീ രാജീവ് ഗാന്ധി കോളേജ് ഓഫ് സയൻസസിലാണ് മോൾക്ക് അഡ്മിഷൻ റെഡിയായിരിക്കുന്നത്, ഗോപാൽജി പറഞ്ഞു. അമ്മു ചേച്ചി, ചാരദയുടെ കണ്ണുകൾ നിറഞ്ഞു. നിന്റെ ആഗ്രഹം സാക്ഷാത്കരിച്ചില്ലേ? അമൃത അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു. നെഞ്ചു വിങ്ങിപ്പൊട്ടി ജയരാമൻ നിൽക്കുകയായിരുന്നു. മനസ്സറിഞ്ഞ് ഓരോന്ന് ചെയ്തു തരികയാണ് ഗോപാൽജി സാറ്. കയറി വന്നാട്ടെ, ദേവി പാർവതി ക്ഷണിച്ചു. ജയരാമനൊന്നു വാ, തൻ്റെ കൃഷിയൊക്കെ ഞാനൊന്നു കാണട്ടെ. ഗോപാൽജി വീട്ടിലേക്ക് കയറാൻ കൂട്ടാക്കിയില്ല. മറ്റുള്ളവർ വീട്ടിലേക്ക് കയറിപ്പോയി. അപ്പു നായരെ, കാറിൻ്റെ ഡിക്കിയിൽ ഒരു സാധനം ഇരിപ്പുണ്ട്. താൻ അത് എടുത്ത് 2 ഗ്ലാസ് സംഘടിപ്പിച്ചുകൊണ്ട് പറമ്പിലോട്ട് വാ. ശരി സാറേ. അപ്പു നായർ ഉഷാറായി. ഗോപാൽജി ജയരാമൻ്റെ കൂടെ പറമ്പിലേക്കിറങ്ങി. അത് തൻ്റെ കൈവശമിരുന്ന പറമ്പാണോ എന്ന് ഗോപാൽജി സംശയിച്ചു പോയി. കായ്ച്ചു കിടക്കുന്ന പയറും പാവലും, ഒരു ഭാഗത്ത് വെണ്ടയും കത്രിക്കയും, കുലയ്ക്കാൻ പ്രായമായ ഏത്തവാഴകൾ. അതിശയിപ്പിക്കുന്ന കാഴ്ച. ഇങ്ങനെയൊരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല ജയരാമ. ഞാൻ ആദ്യം ഇവിടുത്തെ കൃഷി ഓഫീസിലാണ് പോയത്. ജയശ്രീ എന്നൊരു സ്ത്രീയാണ് ഇവിടുത്തെ കൃഷി ഓഫീസർ. അവർ തന്ന പ്രചോദനമാ ഈ കാണുന്നതെല്ലാം. അല്ലാതെ കൃഷിയെക്കുറിച്ച് എനിക്ക് എന്തറിയാനാ? അവർ നടന്ന് സിമന്റ് കെട്ടിയ കുളക്കരയിലെത്തി. ജലപ്പരപ്പിലെ മീനുകളെ ഗോപാൽജി കണ്ടു. മീൻ കൃഷിക്ക് പ്രേരിപ്പിച്ചതും ജയശ്രീ മാഡമാ. ഗോപാൽജി സംതൃപ്തിയോടെ ജയരാമന്റെ ചുമലിൽ കൈവച്ചു. പുല്ലു പിടിച്ചു കിടന്ന തെങ്ങിൻ തോപ്പ് മാത്രമായിരുന്നു ഇത്. അവിടെയാ ജയരാമൻ 100 മീനി വിളയിച്ചിരിക്കുന്നത്. ചേരേണ്ടവരുടെ കയ്യിൽ തന്നെ വേണം ഓരോന്ന് ചെന്നു ചേരാൻ, അല്ലെങ്കിൽ അതൊരു പാഴ് കൃഷിയാവും. ഒരു കവറും 2 ഗ്ലാസുമായി അപ്പു നായർ വന്നു. അയാളുടെ കയ്യിലിരുന്ന വെട്ടുകത്തി വാങ്ങി ജയരാമൻ നിലത്ത് 4-5 ഇളനീരുകൾ വെട്ടിയിട്ടു. വോഡ്കയുടെ നീളൻ കുപ്പിയെടുത്ത് ഗോപാൽജി സിമന്റ് കെട്ടിൽ വെച്ചു. ജയരാമൻ ഇളനീർ വെട്ടിക്കൊണ്ടുവന്നു. ഗോപാൽജി ഗ്ലാസ്സിലേക്ക് വോഡ്ക പകർന്നു. ഞാൻ സാറിന് കൊണ്ടുപോകാൻ കുറച്ച് പച്ചക്കറി പറിക്കാം. അപ്പു നായർ അവിടെ നിന്ന് പോയി. ഇളനീർ ചേർത്ത് 2 പേരും ഓരോ പെഗ് കഴിച്ചു. ചാരുമോളുടെ അഡ്മിഷൻ എപ്പോഴാവും സാറേ? അവളുടെ അഡ്മിഷന് സഞ്ജുവിൻ്റെയും അമ്മുവിൻ്റെയും അഡ്മിഷനും ഒരേ സമയത്ത് തന്നെ നടക്കും. ജയരാമൻ ചാരുമോളെയും കൊണ്ട് ബാംഗ്ലൂർക്ക് പോയാൽ മതി. എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ മകൾ കൂടിയുണ്ട്. അമ്മുവിൻ്റെ കൂടെ ദേവി വന്നോളും. എല്ലാത്തിനും ഞാനില്ലേ? അമ്മുവിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനുമില്ല സാറേ. ചാരുവിനെ ബാംഗ്ലൂർക്ക് വിടുന്നതാ ഒരു മനപ്രയാസം. അത് ചിന്തിച്ചിട്ട് കാര്യമില്ല ജയരാമ. കുട്ടികൾ പറക്കാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ തടഞ്ഞു വയ്ക്കാൻ പറ്റുമോ? സ്വന്തമായി നിലപാടുള്ളവരാ തൻ്റെ മക്കൾ. ജയരാമൻ മിണ്ടാതിരുന്നു. ഗോപാൽജി അടുത്ത ബെഗൊഴിച്ചു. താൻ ഭാഗ്യവാനാ ജയരാമ. തനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നിട്ടാ തൻ്റെ മക്കൾ അവരുടെ ലോകത്തേക്ക് പോകുന്നത്. ഇങ്ങനെയുള്ള മക്കളെ കിട്ടാൻ തപസ് ചെയ്യണം. ജയരാമൻ്റെ കണ്ണുകൾ നനഞ്ഞു. വീടിൻ്റെ മുകളിലെ ബാൽക്കണിയിലായിരുന്നു സഞ്ജുവും അമൃതയും. അങ്ങനെ നമ്മുടെ മോഹം നടക്കാൻ പോവുകയാണ്, അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അവളുടെ ചുണ്ടുകളിൽ ചിരി വിടർന്നു. ചാരുവിൻ്റെ അഡ്മിഷനു വേണ്ടി സഞ്ജുവിൻ്റെ അച്ഛൻ ബുദ്ധിമുട്ടിയല്ലേ? ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അവൾക്ക് നല്ല മാർക്കില്ലേ? ഞാനും അവളും ഒന്നിച്ചാ പോകുന്നത്. അച്ഛന് വലിയ വിഷമമാവും. അച്ഛൻ്റെ വിഷമം തീർക്കാനല്ലേ ചെറിയമ്മയെ നിയമിച്ചിരിക്കുന്നത്.
അവർ ഹണിമൂൺ ആഘോഷിച്ചു കഴിഞ്ഞോളും. അമൃതയുടെ മുഖം ചുവന്നു. ഇത് ഇവിടം കൊണ്ട് തീരില്ല. നിങ്ങൾ പഠിപ്പ് കഴിഞ്ഞു വരുമ്പോൾ ഒരു ഉണ്ണി കൂടി വീട്ടിലുണ്ടാവും. കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. സഞ്ജുവിന് നാണക്കേടായി തോന്നുന്നുണ്ടോ? എനിക്കെന്ത് നാണക്കേട്? പെണ്ണായാൽ പ്രസവിക്കാൻ ആഗ്രഹിക്കാത്ത ഏത് സ്ത്രീയാ ഉള്ളത്? അത് ചെറിയമ്മയുടെ അവകാശമാ. പിന്നെ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കി എനിക്ക് അളിയാന്നോ അനിയത്തിയെന്നോ വിളിക്കേണ്ടി വരുമെന്ന് മാത്രം. അവൻ പൊട്ടിച്ചിരിച്ചു. പോടാ. അവൾ അവനെ മുറുകെ കെട്ടിപ്പിടിച്ച് നാണത്തോടെ മുഖം നെഞ്ചിലൊളിപ്പിച്ചു. അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. അവനത് ആദ്യത്തെ അനുഭവമായിരുന്നു. പിടിവിടാതെ അവൾ അങ്ങനെ തന്നെ നിന്നു. സത്യത്തിൽ എനിക്ക് ഇപ്പോഴും കൺമുന്നിൽ നടക്കുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല സഞ്ജു. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. വഴിപിഴച്ചു പോയൊരു സ്ത്രീയുടെ പെൺമക്കൾ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരിടത്തും ചെന്നെത്താത്ത ഞങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടിയായത് സഞ്ജു ഒരാളാ. പ്രണയം ഒരു ചാബല്യമായിരുന്നെങ്കിൽ സഞ്ജു എന്നെ കൈവിട്ടു പോയേനെ. എനിക്കൊന്നും ആവണ്ട, സഞ്ജുവിൻ്റെ ഒപ്പം ജീവിച്ചാൽ മാത്രം മതി. അവൾ കരയുകയാണെന്ന് അവന് തോന്നി. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. നിന്നെ കൈവിട്ട് കളയാൻ മണ്ടനാണോ ഞാൻ? നമ്മൾ തമ്മിലുള്ള ഇഷ്ടം എതിർത്ത അമ്മ പോലും നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ നന്നായി മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാ. അവളുടെ അധരങ്ങൾ വല്ലാതെ വിറകൊള്ളുന്ന അവൻ കണ്ടു. സഞ്ജു. അവൾ വിവശയായി. അവൻ്റെ മുഖം കുനിഞ്ഞു. അവൾ പതിയെ മിഴികൾ പൂട്ടി. അവളുടെ അധരങ്ങളിൽ അവൻ്റെ ആദ്യ ചുംബനം പതിഞ്ഞു. ജയരാമന് കിളികൾ ഒഴിഞ്ഞ കൂടുപോലെയായി വീട്. എന്നും ചിറകിനടിയിൽ കൊണ്ടു നടക്കാൻ മോഹിച്ച മക്കൾ കണ്ണെത്താ ദൂരത്തേക്ക് പറന്നുപോയിരിക്കുന്നു. അവർ പഠിച്ചുയർന്ന് ഡോക്ടർമാരായി തിരിച്ചു വരും. ഡോക്ടർ അമൃത ജയരാമൻ, ഡോക്ടർ ചാരുത ജയരാമൻ. ഒരച്ഛന് ഇതിൽ കൂടുതൽ എന്ത് വേണം? രാത്രി 7-നും 8-നും ഇടയിൽ രണ്ടുപേരും വിളിക്കും. പൂമുഖത്ത് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാവും ജയരാമനും ദേവി പാർവതിയും. അന്നു ആദ്യം വിളിച്ചത് ചാരുതയാണ്. അച്ഛാ. ആ വിളി കാതങ്ങൾക്കകലെ നിന്ന് കാതിലെത്തുമ്പോൾ ജയരാമൻ്റെ ഓരോ അണുവും വികസിക്കും. അച്ഛൻ്റെ മോൾക്ക് സുഖമല്ലേ? ഇവിടെ ഒരു പ്രയാസവുമില്ല അച്ഛാ. അച്ഛൻ വന്ന് കണ്ടതല്ലേ? ഭക്ഷണവുമായി മോള് പൊരുത്തപ്പെട്ടോ? ആദ്യത്തെ ബുദ്ധിമുട്ടൊക്കെ മാറി. അമ്മയുണ്ടാക്കുന്ന ഫുഡിൻ്റെ രുചി എവിടെ കിട്ടാനാ? അച്ഛൻ അമ്മയ്ക്കൊന്ന് കൊടുത്തേ. സാരി തലപ്പിൽ കൈ തുടച്ച് ആ സമയം തന്നെ ദേവി പാർവതി ഇറങ്ങി വന്നു. ചാരുവ. അയാൾ ഫോൺ അവൾക്ക് കൈമാറി. മോളെ. ദേവി പാർവതി ചാരുവടിയിൽ ചെന്നിരുന്നു. ഇനി അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലെന്ന് ജയരാമൻ അറിയാം. അമ്മയും മോളും തമ്മിലുള്ള സംസാരം തീരാൻ സമയമെടുക്കും. ജയരാമൻ കുളിക്കാൻ പോയി. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ചാരുത വിശദമായി ദേവി പാർവതിയോട് പറയും. അതിനിടയിലാണ് അമൃതയുടെ കോൾ വരുന്നത്. മോളെ, അമ്മു വിളിക്കുക. ശരി, ഞാൻ നാളെ വിളിച്ചോളാം. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചേക്കണേ മോളെ. നാളത്തെ ദിവസം നല്ലതായിരിക്കണേ എന്ന്. ശരി അമ്മേ, ഗുഡ് നൈറ്റ്. ദേവി പാർവതി ഉടൻ അമൃതയെ വിളിച്ചു. ചാരു ആയിരുന്നു അമ്മേ? അമൃതയുടെ ചോദ്യം വന്നു. അതേ മോളെ. അച്ഛനെവിടെ? കുളിക്കാൻ പോയിരിക്കുക. ഇപ്പോൾ വരും. മുത്തശ്ശിയെ എപ്പോഴും കിടത്തിയേക്കല്ലേ? നല്ല ക്ഷീണമുണ്ട് മോളെ. പിന്നെ നിനക്കും സഞ്ജുവിനും പുറത്തേക്ക് പോകാൻ പറ്റുമോ? നല്ല ഭക്ഷണം കിട്ടുമല്ലോ. തന്നെ നാടൻ ഫുഡ് തന്നെയാ. ചാരുവിൻ്റെ കാര്യത്തിലാ ബുദ്ധിമുട്ട്. കുറച്ച് കഴിയുമ്പോൾ അവൾക്കതാവും ടേസ്റ്റ്. ചാരുവിൻ്റെ കാര്യത്തിൽ അച്ഛന് ടെൻഷൻ. കുളി കഴിഞ്ഞ് കയറി വന്ന ജയരാമൻ അത് കേട്ടു. അച്ഛൻ വന്നിട്ടുണ്ട്, ഞാൻ കൊടുക്കാം. നിൽക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? 2 മക്കൾ മതിയെന്ന് അച്ഛനും അമ്മയും കരുതുന്നുണ്ടാവും. പക്ഷേ ഞങ്ങൾക്കൊരു അനിയനെ വേണം, ഒരു ഉണ്ണികൃഷ്ണനെ. ഷോ, എന്തായി കുട്ടി പറയണേ? ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാ. 5 വർഷം കഴിയാതെ കോഴ്സ് തീരില്ല. അതിനു മുമ്പ് അതുണ്ടാവണം. ഞാൻ അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുവാണേ. ജയരാമൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ദേവി പാർവതി അകത്തേക്കോടി. അടുക്കളയിൽ ചെന്ന ദേവി പാർവതി നിന്നു. ഇങ്ങനെ വെട്ടി തുറന്നു പറയാൻ അവൾക്ക് എങ്ങനെ കഴിഞ്ഞു? രാമേട്ടൻ്റെ ഒരു കുഞ്ഞ്, കെട്ടുപ്രായം തികഞ്ഞ 2 പെൺമക്കളുള്ളപ്പോൾ ആളുകൾ എന്ത് പറയും? വേണ്ട, തനിക്ക് അമ്മുവും ചാരവും മതി. പ്രസവിക്കണമെന്നില്ല അമ്മയാവാൻ. അത്താഴം കഴിഞ്ഞ് ജയരാമൻ പൂമുഖത്തേക്ക് പോയി. അമ്മയ്ക്ക് ഓട്സ് കാച്ചിയതും കൊടുത്ത് പേരിന് ഭക്ഷണം കഴിച്ച് പണികൾ തീർത്ത് വാതിലടിച്ച് കുറ്റിയിട്ട ശേഷം ദേവി പാർവതി മുറിയിലേക്ക് ചെന്നു. ജയരാമൻ്റെ കണ്ണുകൾ തുറന്നു കിടക്കുകയാണ്. അവൾ ബെഡിലിരുന്നു. എന്താ ഒരാലോചന? ഞാൻ എൻ്റെ മക്കളെ പറ്റി ഓർത്തതാ. എത്ര കൃത്യമായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. ദേവി പാർവതി പുഞ്ചിരിച്ചു. രാമേട്ടൻ ചെയ്ത മുൻജന്മ സുഹൃതമാ രാമേട്ടൻ്റെ മക്കൾ. ഇനി അവരുടെ നല്ല ഭാവി കാണാൻ
നമുക്ക് കാത്തിരിക്കാം. അവളുടെ ഭസ്മക്കുറി തൊട്ട മുഖത്തേക്ക് അയാൾ നോക്കി. ലീവ് ക്യാൻസൽ ചെയ്ത് ദേവിക്ക് ജോലിക്ക് പ്രവേശിച്ചുകൂടെ? അമ്മായിയുടെ കൂടെ കാര്യങ്ങൾ നോക്കാൻ ഒരാളെ വെക്കാം. വരട്ടെ രാമേട്ട, ആലോചിക്കാം. അമ്മുവിനോട് സംസാരിച്ച് നിന്ന ഉടൻ ദേവി ഫോൺ എൻ്റെ കയ്യിൽ തന്ന് ഓടിക്കളഞ്ഞല്ലോ. എന്താ അവൾ പറഞ്ഞത്? ദേവി പാർവതിയുടെ മുഖം ചുവന്നു. ഏയ് രാമേട്ടന് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഫോൺ തന്നതല്ലേ. കറി അടുപ്പത്ത് കിടപ്പുണ്ടായിരുന്നു. ദേവിക്ക് കള്ളം പറയാൻ അറിയില്ല. അത് ഞങ്ങൾ പെണ്ണുങ്ങൾ തമ്മിലുള്ള സംസാരമാ. അതൊക്കെ രാമേട്ടനോട് പറയാൻ പറ്റുമോ? ഫോൺ ദേവിയുടെ കാതിലായിരുന്നെങ്കിലും അടുത്ത് നിന്ന് തല ചീകുകയായിരുന്ന ഞാൻ കേട്ടു. വേണ്ട, വിട്ടേക്ക് രാമേട്ട. സത്യത്തിൽ നമ്മുടെ മക്കൾ ഭ്രമണപഥം വിട്ട് പോയി കഴിഞ്ഞു. MBBS കഴിഞ്ഞാൽ അമ്മുവിൻ്റെ വിവാഹമാവും. ചാരുവിൻ്റെ കോഴ്സ് കഴിഞ്ഞാൽ അതിൻ്റെ PG ആയി. അതിനിടയിൽ അവളുടെയും വിവാഹം. നമ്മൾ പിന്നെ വഴിക്കണ്ണുമായി കാത്തിരിക്കണം. പെൺമക്കളുള്ള എല്ലാ അച്ഛനമ്മമാരുടെയും സ്ഥിതി അത് തന്നെയല്ലേ രാമേട്ട? ആൺകുട്ടിയുണ്ടെങ്കിൽ അവൻ കൂടെയുണ്ടാവും. പെൺമക്കളെ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല. അവിടെയാണ് എൻ്റെ മോൾ അച്ഛനെ ഒരിക്കൽ കൂടി അമ്പരപ്പിച്ച് കളഞ്ഞത്. ഒരു കൊച്ചനിയൻ. അവൾ ആഗ്രഹിച്ചതുപോലെ സംഭവിച്ചാൽ നമ്മൾ മാത്രമായി പോവില്ല അല്ലേ ദേവി? അവളുടെ മനസ്സറിയാൻ അയാൾ ചോദിച്ചു. ഒരു കുഞ്ഞിനായി നമ്മൾ ആഗ്രഹിക്കാനോ കാത്തിരിക്കാനോ പാടില്ല രാമേട്ട. നമ്മൾ പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരാൾ വന്നാൽ 2 കൈയും നീട്ടി സ്വീകരിക്കണം. ജയരാമൻ ദേവി പാർവതിയെ പിടിച്ച് നെഞ്ചിലേക്ക് ചായ്ച്ചു കിടത്തി. അവളുടെ മുടിയിലൂടെ അയാൾ വിരൽ പായിച്ചു. അയാളുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് അവൾ കിടന്നു. നമ്മൾ നമ്മുടെ ജീവിതം തുറന്നിട്ട് കാത്തിരിക്കണം. ഇനിയും വരാൻ പോകുന്ന അവിചാരിത നിമിഷങ്ങൾക്ക് വേണ്ടി. കാച്ചെണ്ണ മണമുള്ള അവളുടെ തലമുടിയിൽ മുഖം ചേർത്ത് അയാൾ പറഞ്ഞു. ഇനി രാമേട്ടൻ്റെയും മക്കളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലത് മാത്രമായിരിക്കും. അതിരാവിലെ ജയരാമൻ പറമ്പിലേക്ക് ഇറങ്ങിയതായിരുന്നു. രാത്രി കനത്ത കാറ്റും മഴയുമായിരുന്നു. പ്രതീക്ഷിച്ച നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. ഏതാനും ഏത്തവാഴകൾ കാറ്റിൽ കുരുങ്ങി ഇടിഞ്ഞു കിടപ്പുണ്ട്. ചാഞ്ഞുപോയതിനെ താങ്ങുകൊടുത്ത് പിടിച്ചു കെട്ടി. ജോലിക്കിടയിൽ ദേവി പാർവതി ചായയുമായി പറമ്പിൽ വന്നു. അപ്പു നായർ കൂടി വന്നോട്ടെ രാമേട്ട. അയാളുടെ പരിശ്രമം കണ്ട് അവൾ പറഞ്ഞു. 10 മണിയാവാതെ അയാൾ വരില്ല. അതുവരെ ചുവട് പറഞ്ഞു നിൽക്കുന്ന വാഴകളെ കണ്ടില്ലെന്ന് നടിച്ച് കയറിപ്പോകാൻ എനിക്ക് കഴിയില്ല. ദേവി ഒന്ന് കണ്ണു തുറന്നു നോക്കിയ അവരുടെ വിലാപം മനസ്സിലാവും. അവൾ ചിരിച്ചു. കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെയാണ് അയാൾ അവരെ പരിചരിക്കുന്നതെന്ന് അവൾക്കറിയാം. കാപ്പി കഴിക്കാൻ വരുമോ? അതോ ഞാൻ കൊണ്ടുവരട്ടെ? ഞാൻ വന്നോളാം. ചായ കൊണ്ടുവന്ന പാത്രവും ഗ്ലാസുമായി ദേവി പാർവതി പോയി. 9:30 മണി വരെ പറമ്പിൽ ജയരാമന് പണിയുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് കാപ്പി കൂടി കഴിഞ്ഞ് വീണ്ടും പറമ്പിലേക്ക് പോകാൻ മുറ്റത്തിറങ്ങിയപ്പോൾ തുറന്നു കിടന്ന ഗേറ്റ് കടന്ന ഒരു കാർ അകത്തേക്ക് വരുന്നത് കണ്ടു. കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് മുണ്ടുള്ളി ചന്ദ്രനായിരുന്നു. ചന്ദ്രൻ വെളുക്കെ ചിരിച്ചു. പിന്നാലെ സൂരജും ജോർജ് കുട്ടിയും പ്രശാന്തും ബഷീറും ഇറങ്ങി. ജയരാമൻ്റെ കണ്ണുകളിൽ അത്ഭുതം വിടർന്നു. റാസൽ ഖൈമയിൽ തൻ്റെ ഒപ്പം യൂണിയൻ ടവറിൽ 403 നമ്പർ മുറിയിലുണ്ടായിരുന്ന സഹോദരങ്ങൾ. ജയരാമേട്ടാ, 4 പേരും ഒന്നിച്ചു വിളിച്ചു. എടാ മക്കളെ. ജയരാമൻ ഓടിച്ചെന്ന് 4 പേരെയും ചേർത്ത് പിടിച്ചു. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ജയരാമനെ അന്വേഷിച്ച് സൂരജ് എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത്. ജയരാമൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയതുമില്ല. ചന്ദ്രൻ പറഞ്ഞു. നിങ്ങൾ വാ. ജയരാമൻ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദേവി. പൂമുഖത്ത് കയറി അയാൾ വിളിച്ചു. എപ്പോഴാ ജയരാമേട്ടൻ ഇങ്ങോട്ട് മാറിയത്? സൂരജ് ചോദിച്ചു. അധിക കാലമൊന്നും ആയില്ല. എൻ്റെ കഥകളൊക്കെ ഇവർക്ക് അറിയോ സൂരജെ? അറിയാം. ഇനി അതേപ്പറ്റി സംസാരം വേണ്ട. നിങ്ങൾ ഇരിക്കണടാ. ജയരാമൻ കസേരയിലും മറ്റുള്ളവർ ചാരുപടിയിലും ഇരുന്നു. നിങ്ങൾ എന്നാ നാട്ടിലേക്ക് വന്നത്? കൊറോണ പടർന്നു പിടിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ഓർത്തതാ മക്കളെ. എല്ലാം ഉപേക്ഷിച്ചു പോരേണ്ടി വന്നു ജയരാമേട്ടാ. കുറേ ദിവസങ്ങൾ ക്വാറന്റൈനിലും കഴിയേണ്ടി വന്നു. ഞങ്ങൾക്കിനിയൊരു മടങ്ങിപ്പോക്ക് ഉണ്ടാവില്ല. കയ്യിലൊന്നുമില്ല, മുന്നിൽ ശൂന്യത മാത്രം. ബഷീർ നൊമ്പരപ്പെട്ടു. അവൻ്റെ ജീവിത സാഹചര്യം ജയരാമന് നല്ലവണ്ണം അറിയാമായിരുന്നു. താൻ മടങ്ങി വരുന്ന സമയത്താണ് അവന് നല്ലൊരു ജോലി കിട്ടുന്നത്. ഗൾഫുകാരൻ്റെ ജീവിതം ജയരാമേട്ടന് അറിയാമല്ലോ. അവിടെ നിൽക്കുന്ന സമയത്തെ പച്ചയുള്ളൂ. കിട്ടുന്നത് ചെലവാക്കിക്കൊണ്ടിരിക്കും. എല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നാൽ വെറും ചണ്ടി. പ്രശാന്ത് ചിരിച്ചു. സോമശേഖരൻ തിരിച്ചു വന്നോ? ജയരാമൻ അന്വേഷിച്ചു. ഇല്ല. സോമൻ ചേട്ടന് വരണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഭാര്യ വിളിച്ചു പറഞ്ഞത് കേട്ടപ്പോൾ പാവത്തിൻ്റെ മനസ്സുമടുത്തു.
നാട്ടിലും വീടിനുള്ളിൽ തന്നെ കഴിയണം. ഗൾഫിലും അതുപോലെ തന്നെ. പിന്നെന്തിനാ ജോലി കളഞ്ഞു വരുന്നതെന്ന അവർ ചോദിച്ചത്. ഞങ്ങൾ വിളിച്ചതാ. നാട്ടിൽ വന്നാൽ പണിയൊന്നുമില്ലാതെ എല്ലാവർക്കും അധികപ്പറ്റാവുമെന്ന് പറഞ്ഞ സോമൻ ചേട്ടൻ അവിടെ നിൽക്കുന്നത്. സൂരജ് വേദനയോടെ പറഞ്ഞു. അതും ഒരു സത്യമാ. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ഭാര്യ തന്നെ ചോദിക്കും, എന്തിനാ ഇട്ടെറിഞ്ഞ് ഓടി വന്നതെന്ന്. ജയരാമൻ ശരിവെച്ചു. 10 വർഷത്തിനു മുകളിൽ നമ്മൾ ഗൾഫിൽ ജീവിക്കുമ്പോൾ ഇവിടെ ഭാര്യമാര് സർവ്വസ്വാതന്ത്ര്യത്തോടെയാണ് ജീവിക്കുന്നത്. മാസാമാസം നല്ലൊരു തുക ഇങ്ങു പോരും. വർഷത്തിൽ 10ഓ 20ഓ ദിവസത്തെ ലീവിന് വരുന്ന ഭർത്താവിനെ അവർക്ക് ഇഷ്ടം. ജോലി നഷ്ടപ്പെട്ട് ഭർത്താവ് നാട്ടിലെത്തിയാൽ ഭാര്യയുടെ സ്വാതന്ത്ര്യവും ഇല്ലാതാവും. പണത്തിന്റെ വരവും നിലയ്ക്കും. ജീവനോടെ തിരിച്ചു വന്നത് ഭാഗ്യമെന്നൊക്കെ ചിലർ പറയും. പക്ഷേ കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടലും തന്നെയെ സംഭവിക്കാൻ പോകുന്നത്. അത് സോമൻ ചേട്ടന് നന്നായിട്ടറിയാം. ഒരു ട്രേയിൽ ചായയുമായി ദേവി പാർവതി വന്നു. എല്ലാവരും കൗതുകത്തോടെ അവളെ നോക്കി. ചായ കൊടുക്കുമ്പോൾ ജയരാമൻ അവരെ ദേവി പാർവതിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. കാപ്പി കഴിക്കാം. ദേവി പാർവതി അവരെ ക്ഷണിച്ചു. ഞങ്ങൾ കാപ്പി കഴിച്ചു. ഊണ് കഴിഞ്ഞേ ഞങ്ങൾ പോകുന്നുള്ളൂ. ചിരിയോടെ സൂരജ് പറഞ്ഞു. ദേവി പാർവതി അകത്തേക്ക് പോയി. ജയരാമന്റെ മക്കൾ മെഡിസിന് പഠിക്കുന്ന വിവരമൊക്കെ ചന്ദ്രേട്ടൻ പറഞ്ഞു. നല്ല സമയത്താണ് ജയരാമേട്ടൻ തിരിച്ചു പോന്നത്. ചായ കുടിച്ചിട്ട് ജോർജ് കുട്ടി സന്തോഷം പ്രകടിപ്പിച്ചു. ജയരാമൻ ഒന്ന് ചിരിച്ചു. ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? എന്ത് ചെയ്യണമെന്നറിയില്ല ജയരാമേട്ടാ. ഗൾഫ് എന്ന സ്വപ്നം ഞങ്ങൾക്കിനിയില്ല. എല്ലാവരും കഴിഞ്ഞൊരു ദിവസം ഒത്തുകൂടിയപ്പോഴാ ജയരാമേട്ടനെ വന്നെന്ന് കാണാൻ തീരുമാനിച്ചത്. ഞങ്ങൾക്കെന്നും വലിയേട്ടനാ ജയരാമേട്ടൻ, ബഷീർ പറഞ്ഞു. ജയരാമൻ 4 പേരെയും നോക്കി. 3.5 കോടിക്കാ വടക്കാഞ്ചേരിയിലെ വീടും പറമ്പും ഞാൻ വിറ്റത്. ഇവിടെ 1.5 ഏക്കർ പറമ്പും വീടും ദാനം കിട്ടിയെന്ന് തന്നെ പറയാം. മതിപ്പു വിലയുടെ പകുതിയേ കൊടുത്തിട്ടുള്ളൂ. സത്യത്തിൽ പലരും ദാനം തന്നതല്ലേ എൻ്റെ ജീവിതം. ജയരാമൻ ചാരുപടിയിൽ ചമ്രം പടിഞ്ഞിരുന്ന് മുണ്ടുള്ളി ചന്ദ്രനെ നോക്കി. ചന്ദ്രൻ ഗൾഫിലേക്ക് പോകേണ്ട വിസയാ എനിക്ക് തന്നത്. പ്ലംബിംഗ് പണി കൊണ്ട് വലിയ മെച്ചമൊന്നുമില്ലാതെ അവിടെ കഴിയുമ്പോൾ ദൈവദൂതനെ പോലെ കുഞ്ഞിക്ക മുന്നിൽ വന്നു. അതും ദൈവം തന്ന ദാനം. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന സമാധാനവും മറ്റൊന്നല്ല. ജയരാമൻ എഴുന്നേറ്റു. കുട്ടികളെ അവർ ആഗ്രഹിച്ച കോഴ്സിന് ചേർത്തു. അവരുടെ പഠിപ്പിന് ഒരു തുക മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റേതെന്ന് പറയാൻ 1 കോടി രൂപ ബാങ്കിലുണ്ട്. നിങ്ങൾ 4 പേർക്കുമായി ഞാനത് തരും. അവർ 4 പേരും ഞെട്ടിപ്പോയി. അയ്യോ, അത് വേണ്ട ജയരാമേട്ടാ. സാമ്പത്തിക സഹായം ഉദ്ദേശിച്ചല്ല ഞങ്ങൾ വന്നത്. ജയരാമേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ വന്നത്, സൂരജ് തിടുക്കത്തിൽ പറഞ്ഞു. ജയരാമൻ പുഞ്ചിരിച്ചു. 10 വർഷക്കാലം മറ്റൊരു രാജ്യത്ത് ഒരു മുറിയിൽ ജീവിച്ചവരല്ലേ നമ്മൾ. നിങ്ങളുടെ ശ്വാസഗതി കൊണ്ട് ഉള്ളിൽ സന്തോഷമാണോ സങ്കടമാണോ എന്ന് തിരിച്ചറിഞ്ഞവനാ ഞാൻ. അത് സത്യമാണെന്ന് അവർക്കറിയാമായിരുന്നു. നാട്ടിലെ ബന്ധുക്കൾ ചതിച്ചാലും വഞ്ചിച്ചാലും പ്രവാസ ജീവിതം അനുഭവിച്ച നമ്മൾ അത് ചെയ്യില്ല. കാരണം ജീവിതം എന്താണെന്ന് പഠിച്ചവരാ നമ്മൾ. ആരും ശബ്ദിച്ചില്ല. എനിക്കും കൈവിട്ടു പോയെന്ന് കരുതിയ പണമാ നിങ്ങൾക്ക് ഞാൻ തരുന്നത്. ആ പണം ഒരിക്കലും അന്യാധീനപ്പെട്ടു പോവില്ല. നിങ്ങൾ ഒന്നിച്ചോ അല്ലാതെയോ എന്തെങ്കിലും ബിസിനസ് ചെയ്യ്. നിങ്ങൾ രക്ഷപ്പെടും മക്കളെ. 4 പേരും എഴുന്നേറ്റു. ചെറിയൊരു തുകയാണോ ജയരാമേട്ടാ? ജയരാമേട്ടൻ്റെ കുട്ടികൾ അനുഭവിക്കേണ്ടതാ. ജോർജ് കുട്ടിയുടെ ഒച്ചയിടറി. നിങ്ങളെ ഞാൻ എൻ്റെ കുട്ടികളായിട്ടാ കാണുന്നത്. 4 പേരുടെയും കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ മക്കൾക്കിനി അച്ഛൻ സമ്പാദിച്ചു വെച്ച പണത്തിൻ്റെ ആവശ്യമില്ല. ദേവിക്ക് ജോലിയുണ്ട്. 1.5 ഏക്കർ പറമ്പിൽ നിന്ന് കിട്ടുന്ന ആദായത്തിൽ 4/1 വേണ്ട 1 മാസത്തെ ജീവിത ചെലവിന്. പിന്നെ ഞാനെന്തിന് ബാങ്കിൽ കിടക്കുന്ന 1 കോടിക്ക് കാവലിരിക്കണം? ജയരാമൻ 4 പേരെയും തന്നോട് ചേർത്ത് പിടിച്ചു. എൻ്റെ 4 കൂടപ്പിറപ്പുകൾക്കാ സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം. ജയരാമേട്ടൻ സന്തോഷത്തോടെ തരുന്നത് 1 രൂപ പോലും നിങ്ങൾ തിരിച്ചു തരേണ്ട. ഉള്ളതുകൊണ്ട് നമുക്കും കൂടെയുള്ളവർക്കും സന്തോഷത്തോടെ ജീവിക്കാം. സൂരജും ബഷീറും ജോർജ് കുട്ടിയും പ്രശാന്തും കരയുകയായിരുന്നു. എല്ലാം കേട്ട് ഹാളിൽ നിന്ന ദേവി പാർവതിയുടെ നനവ് പടർന്ന മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു നിന്നു. രാമേട്ടൻ എന്നും നന്മ മരം തന്നെ. അവളുടെ അധരങ്ങൾ പതിയെ മന്ത്രിച്ചു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നോവൽ അവസാനിച്ചു.